ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മളിവിടെ ഡിസ്കസ് ആക്കുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ മെഷർ മാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇത് 7th ചാപ്റ്ററാണ്. ഓക്കെ, ഇവിടെ വാട്ട്സ് ദ ലെങ്ത് ഓഫ് ദിസ് പെൻസിൽ. ഇവിടെ ഒരു പെൻസിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 7 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് കുറച്ച് ലൈൻസ് കൂടി അധികം ഉണ്ട്. നമുക്കറിയാം, ഈ വലിയ മാർക്ക് ചെയ്തിട്ടുള്ള 1 2 3 5 അതാണ് സെൻറ്റിമീറ്ററിനെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള ചെറിയ ലൈൻസ് അതിനെയാണ് നമ്മൾ പറയുന്നതാണ് മില്ലിമീറ്റർ. ഓക്കെ, ഇവിടെ ഈ പെൻസിലിൻ്റെ മെഷർ 7 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ 8 സെൻറ്റിമീറ്റർ എത്തിയിട്ടുമില്ല. എന്നപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടാണ്. അപ്പോൾ 7 കഴിഞ്ഞിട്ട് എത്ര ലൈൻസ് ആണ് വരുന്നതെന്ന് നോക്കുക. 7 കഴിഞ്ഞിട്ട് 3 കുഞ്ഞ് ലൈൻസാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? 7 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ് ഈ പെൻസിലിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഓക്കെ, ഇനി 1 സെൻറ്റിമീറ്റർ എടുക്കുക. 1 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് എത്ര കുട്ടി ലൈൻസ് വരുന്നുണ്ട്? 10 കുട്ടി ലൈൻസാണ് വരുന്നത്. ആ ലൈൻസ് ആണല്ലോ മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അന്നപ്പം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 10 മില്ലിമീറ്റേഴ്സിന് ഈക്വലാണ്. ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഓർത്ത് വെച്ചേക്കുക. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഭാഗമാണ്. 10 മില്ലിമീറ്റർ എന്തിന് ഈക്വലാണ്? 1 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറയുമ്പം 10ൽ ഒരു ഭാഗമാണ്. അപ്പോൾ ഫ്രാക്ഷനായിട്ട് നമ്മൾ എഴുതുമ്പം 1/10 സെൻറ്റിമീറ്റർ എന്ന് എഴുതും. ഇതുപോലെ 3 മില്ലിമീറ്റർ ആണെങ്കിലോ 3 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററിനെ 3 ഭാഗമാക്കിയതല്ലേ. അതുകൊണ്ട് 3/10 സെൻറ്റിമീറ്റർ എന്ന് പറയും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് 3 മില്ലിമീറ്റർ കൂടി ഉണ്ട് എന്ന്. സോ നമ്മൾ അതിനെങ്ങനെ എഴുതും? 3 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 3/10 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പം 7 3/10 സെൻറ്റിമീറ്റർ ആണ് പെൻസിലിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഈ 7 3/10 എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രാക്ഷണൽ ഫോമാണ്. അതിനെ ഡെസിമൽ ഫോമിലേക്ക് നമ്മൾ എഴുതുകയാണെങ്കിൽ ഒന്നുമില്ല, സിമ്പിളാണ്. 7.3 സെൻറ്റിമീറ്റർ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും ആണെന്ന് വിചാരിക്കാം. അത് മെഷർ ചെയ്ത് നോക്കുമ്പോൾ 8 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ എക്സ്ട്രാ ആ കുട്ടി ലൈൻസ് അതാണല്ലോ മില്ലിമീറ്റർ, അത് 8 എണ്ണം കൂടി വരുന്നുണ്ട്. അന്നപ്പം 8 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററായി. ഇതിൻ്റെ ഫ്രാക്ഷനിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ 8 7/10 വരും. പിന്നെ ഡെസിമലിലേക്ക് എഴുതുകയാണെങ്കിൽ 8.7 സെൻറ്റിമീറ്ററിന് വരും. സിമ്പിളാണല്ലേ. ഇനി താഴത്തെ ടേബിളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പെൻസിലിൻ്റെ ലെങ്ത്ത് അളന്നിട്ട് താഴത്തെ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഒരു പോയിൻ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പം മെഷർമെൻറ്റ് സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും ഫസ്റ്റിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിചാരിക്കുമ്പം പെൻസിലിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററുമാണെന്ന് വിചാരിക്കാം. സോ അതിനെ നമ്മൾ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പം 5 2/10 സെൻറ്റിമീറ്ററിന് വരും. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 5.2 സെൻറ്റിമീറ്ററിനും വരും. ഓക്കെ, ഇനി പറയാണ് ഒരു പെൻസിലിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അവിടെ ഇനി എക്സ്ട്രാ വരുന്നില്ല, കറക്റ്റ് 8 സെൻറ്റിമീറ്റർ ആണ്, മില്ലിമീറ്റർ ഇല്ല. അന്നപ്പോൾ നമ്മൾ പറയുക 8.0 സെൻറ്റിമീറ്റർ എന്നാണ്. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, 8 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, ഇനി ഒരു പെൻസിലിൻ്റെ ലെങ്ത്ത് വരുന്നത് 1 സെൻറ്റിമീറ്ററിൻ്റെ താഴെയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു 6 മില്ലിമീറ്ററോ അല്ലെങ്കിൽ ഒരു 4 മില്ലിമീറ്ററോ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതെന്നാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുമ്പം ഇപ്പോൾ 6 മില്ലിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത് എങ്കിൽ 6/10 സെൻറ്റിമീറ്ററിനേ വരുള്ളൂ. ഇതിന് ഹോൾ നമ്പർ ഉണ്ടാവില്ല. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു പെൻസിലിൻ്റെ ലെങ്ത്ത് 7 3/10 ആയിരുന്നു. ഇതിൽ 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 7 ആണ് എന്ത് ഹോൾ നമ്പർ എന്ന് പറയുന്നത്. അതിവിടെ ഇല്ലല്ലോ, 6/10 മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഫ്രാക്ഷനിൽ വരുമ്പോൾ 6/10 സെൻറ്റിമീറ്റർ എന്നാണ് വരിക. ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 0.6 സെൻറ്റിമീറ്റർ എന്നാണ് വരിക. ഇനി നമ്മുടെ പെൻസിലിൻ്റെ ലെങ്ത്ത് 4 മില്ലിമീറ്റർ ആണെങ്കിൽ നമ്മൾ ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പം 4/10 സെൻറ്റിമീറ്ററിനും അതിനെ ഡെസിമലിൽ എഴുതുമ്പം 0.4 സെൻറ്റിമീറ്ററിനുമാണ് എഴുതുക.
ഇനി 1 മില്ലിമീറ്റർ ആണെങ്കിൽ 0.1 സെൻറ്റിമീറ്റർ എന്നാണ് ഡെസിമലിലേക്ക് എഴുതുക. 1/10 എന്നാണ് ഫ്രാക്ഷനിൽ എഴുതുക. ഇവിടെ നമ്മൾ പറഞ്ഞത് മില്ലിമീറ്ററിൻ്റെയും സെൻറ്റിമീറ്ററിൻ്റെയും കാര്യമാണ്. അത് ഓർത്തൊക്കെ 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലാണ് ഒരു സെൻറ്റിമീറ്റർ. അത് വെച്ചിട്ടാണ് താഴത്തെ ഈ പ്രോബ്ലംസൊക്കെ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മൾ അളന്നത് എന്താണ്, മെഷർ ചെയ്തത് ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പെന്ന്, അതൊക്കെ നമുക്ക് സ്കെയിൽ വെച്ച് സെൻറ്റിമീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു ബെഞ്ചാണെങ്കിൽ നമുക്കൊരു സ്കെയിൽ എടുക്കുന്നതിന് പകരം ഒരു ടേപ്പ് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടെ ബെഞ്ചിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൻ്റെ ലെങ്ത്തിൻ്റെ കേസിലൊക്കെ നമ്മൾ മീറ്റർ വെച്ചിട്ടാണ് പറയുക. അങ്ങനെ ആകുമ്പം ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററിന് ഈക്വലാണ്. 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ. അപ്പോൾ അതിലെ 1 സെൻറ്റിമീറ്റർ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 100ൻ്റെ ഒരു ഭാഗമാണ് അല്ലേ, അതായത് 1/100 ആണ്. അതുകൊണ്ട് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/100 മീറ്ററാണ്. ഈ പോയിൻറ്റും നല്ലോണം ശ്രദ്ധിച്ച് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ പറഞ്ഞു 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/100 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 13 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്? 13/100 മീറ്ററാണ്. ഇനി 2 സെൻറ്റിമീറ്റർ എത്ര മീറ്ററാണെന്ന് ചോദിച്ചാൽ 2/100 മീറ്ററാണ്. 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3/100 മീറ്ററാണ്. അങ്ങനെയാണ് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി അടുത്തത് പറയുകയാണ്, നമ്മളിവിടെ മെഷർ ചെയ്തിട്ട് നമുക്ക് 2 മീറ്ററും 13 സെൻറ്റിമീറ്ററും കിട്ടി. 2 മീറ്ററും ഉണ്ട്, പിന്നെ കുറച്ച് 13 സെൻറ്റിമീറ്ററും ഉണ്ട് നമ്മൾ അളന്ന റൂമിൻ്റെ നീളം എന്ന് പറയുന്നത്. അത് നമ്മൾ ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പം എങ്ങനെ വരും? ഈ 2 മീറ്റർ എന്നുള്ളതായിരിക്കും ഹോൾ നമ്പറായിട്ട് വരിക, ഈ 2 എന്നുള്ളത്. പിന്നെ 13/100 എന്ന് വരും. 2 13/100 മീറ്റേഴ്സ് എന്നാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ വരിക. കാര്യം സിമ്പിളാണ്. നേരത്തെ നമ്മൾ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയിരുന്നു. അതിനെ ഫ്രാക്ഷനിൽ എഴുതിയില്ലായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഡിനോമിനേറ്റർ, അതായത് ഫ്രാക്ഷനിൽ എഴുതുമ്പം അടിയിലത്തെ നമ്പർ 10 ആയിരുന്നു. ഇവിടെ 100 ആണ് വരുന്നത്. കാരണം ഇവിടെ ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. അവിടെ 1 മില്ലിമീറ്റർ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും ചെയ്യുക, ഈ ഫ്രാക്ഷനെ ഡെസിമലിലേക്ക്, അതായത് പോയിൻ്റ് വെച്ചിട്ട് എഴുതുക. സിമ്പിളാണല്ലോ. ഈ മുകളിലെ ഈ ഹോൾ നമ്പറും മുകളിലത്തെ നമ്പറും വെക്കുക. എന്നപ്പോൾ എത്ര കിട്ടി? 230 എന്ന് കിട്ടി. ഇനി 100ന് എത്ര 0 ഉണ്ട്? 2 0 അല്ലേ. എന്നപ്പോൾ 2 0 നോക്കിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇടുമ്പം വലുത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ എണ്ണ. അപ്പോൾ 213 എന്നുള്ള നമ്പർ സെൻറ്റിമീറ്റർ 2 0 അല്ലേ. എന്നപ്പോൾ 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായത് 213 എന്നാവുമ്പം 3 കഴിയുക 1 കഴിയുക, എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. എന്നപ്പോൾ എന്ത് വരും? 2.13 മീറ്റേഴ്സിന് വരും. അടുത്ത് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ബെഞ്ച് നമ്മൾ അളന്ന് മെഷർ ചെയ്ത്, അന്നപ്പോൾ നമുക്ക് കിട്ടിയത് 4 മീറ്ററും 78 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 4 മീറ്ററും ഉണ്ട്, പിന്നെ കുറച്ച് 78 സെൻറ്റിമീറ്ററും ഉണ്ട്. ഇതിനെ നമുക്ക് എന്തിലേക്ക് എഴുതണം? ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതണം. ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പം ഇവിടെ 4 എന്നുണ്ടല്ലേ, 4 മീറ്ററാണ്. ഈ മീറ്റർ എന്നുള്ളതാണ് ഹോൾ നമ്പറായിട്ട് നമ്മൾ എഴുതുക. അതിപ്പോൾ 4 നമ്മൾ മാറ്റിയെടുത്ത് എഴുതുക. പിന്നെ എത്ര സെൻറ്റിമീറ്റർ ആണുള്ളത്? 78 സെൻറ്റിമീറ്ററാണ്. അത് ഫ്രാക്ഷനിൽ എഴുതുമ്പം നമ്മൾ പറയും ഒരു ന്യൂമറേറ്ററും ഉണ്ടാവും ഒരു ഡിനോമിനേറ്ററും ഉണ്ടാവും. മുകളിലുള്ളതാണ് ന്യൂമറേറ്റർ, അടിയിൽ വരേണ്ട ലൈൻ ഇട്ടിട്ട് താഴത്തെ എഴുതുന്ന നമ്പറാണ് ഡിനോമിനേറ്റർ. അതുകൊണ്ട് ഇവിടെ 78 എന്നുള്ളത് ന്യൂമറേറ്ററായിട്ട് മുകളിൽ എഴുതുക. പിന്നെ അടിയിൽ ഡിനോമിനേറ്ററായിട്ട് 100 ആണ് വരിക. ഇവിടെ അടിയിൽ 100 എങ്ങനെ വന്നെന്നുള്ള ഡൗട്ട് വരരുത്. ഇവിടെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. ഇവിടെ 78 സെൻറ്റിമീറ്റർ ആണല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിൽ 100 എന്നാണ് വരിക. ഇനി അടുത്തത് നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് എഴുതണം. ഈ ഫ്രാക്ഷനിലേക്ക് നമ്മൾ എഴുതി, ഈ ഫ്രാക്ഷനെ നമ്മൾ ഡെസിമൽ എന്ന് പറയുമ്പം പോയിൻ്റ് ഇട്ട് എഴുതുന്നതിനാണ് ഡെസിമൽ ഫോം എന്ന് പറയുക. അങ്ങനെ എഴുതുമ്പം ഇവിടെ 478 എന്നുള്ള നമ്പർ നിങ്ങൾ കണക്കാക്കുക. അപ്പം നമ്മൾ 478 എന്നുള്ള നമ്പർ ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം ഫസ്റ്റ് എഴുതുക. അങ്ങനെ എഴുതിയിട്ട്
നമുക്ക് കിട്ടിയ മൊത്തം മെഷർമെൻറ്റ് ഞാൻ നേരെ ജസ്റ്റ് ഒരു നമ്പറാക്കി എഴുതിയതാണ്. ഇപ്പോൾ 4 മീറ്ററും 78 സെൻറ്റിമീറ്ററും അല്ലായിരുന്നു, അതിന് 478 എന്ന് എഴുതി. എന്നിട്ട് 100ന് എത്ര സീറോസ് ഉണ്ട്? 2 സീറോ അല്ലേ ഉള്ളത്. അങ്ങനെ 2 നമ്പർ കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നോക്കുക, വലത്തു നിന്ന് ഇടത്തോട്ട്. അങ്ങനെ നോക്കുമ്പം 8ഉം കഴിഞ്ഞ് 7ഉം കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതിപ്പം 4.78 എന്ന് കിട്ടും. ഇനി അടുത്തത് പറയുന്നത് നമ്മളൊരു ടേബിൾ എടുത്ത് മെഷർ ചെയ്ത് എന്നാൽ നമുക്ക് കിട്ടിയത് 1 മീറ്ററും ഉണ്ട്, പിന്നെ 25 സെൻറ്റിമീറ്ററും ഉണ്ട്, പിന്നെ കുറച്ചും കൂടി ഉണ്ട്, അതായത് 4 മില്ലിമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ 1 മീറ്റർ ഉണ്ട്, പിന്നെ സെൻറ്റിമീറ്റർ ഉണ്ട്, പിന്നെ മില്ലിമീറ്റർ ഉണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ 1 മീറ്ററും 25 സെൻറ്റിമീറ്ററും ആയിരുന്നെങ്കിൽ നമുക്കറിയായിരുന്നു മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 125/100 എന്ന് എഴുതിയാൽ അത് മീറ്ററിലേക്കായിന്ന്. ഇനി ഇതിന് ഇപ്പം ഇവിടെ ഒരു എക്സ്ട്രാ 4 മില്ലിമീറ്റർ കൂടി ഉണ്ട്. നേരത്തെ പ്രോബ്ലത്തിനെക്കാട്ടിലും അതാണ് ഒരു അധികമായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് 1 മീറ്ററും 25 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററിനെയും മീറ്ററിലേക്ക് മാറ്റാണ് വേണ്ടി. അതിനിവിടെ 1 മീറ്റർ എന്നുള്ളത് ഓൾറെഡി ഇവിടെ മീറ്റർ തന്നെയല്ലേ. പിന്നെ നമുക്കിവിടെ മാറ്റേണ്ടത് 25 സെൻറ്റിമീറ്ററിനെയും 4 മില്ലിമീറ്ററിനെയാണ്. ഓക്കെ, അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ 25 സെൻറ്റിമീറ്ററിനെയും കൂടി മില്ലിമീറ്ററിലേക്ക് മാറ്റുക. എന്നപ്പോൾ എല്ലാം നമ്മുടെ കയ്യിലെല്ലാം മില്ലിമീറ്ററിലാവില്ലേ. 25 സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് ആക്കാൻ നമുക്കറിയാം. കാരണം നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 25 പ്രാവശ്യം 10, അതായത് 25 ഗുണിക്കണം 10. അന്നപ്പം നമുക്ക് 250 എന്ന് കിട്ടും. അങ്ങനെ 250 മില്ലിമീറ്റർ പ്ലസ് 4 മില്ലിമീറ്റർ ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ള മില്ലിമീറ്റർ. ഇനി നോക്കുക, ഈ പോയിൻ്റ് ഓർത്ത് വെക്കേണ്ടതാണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്ററിന് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ അന്നപ്പം 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? ഈ 1000ലെ ഒരു ഭാഗമാണല്ലേ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം, 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/1000 മീറ്റർ ആണെന്ന് പറയാം. ഈ 1000ൻ്റെ ഒരു ഭാഗമാണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് 1 മില്ലിമീറ്റർ 1/1000 മീറ്ററാണെന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ കയ്യിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 254 മില്ലിമീറ്ററിന്. എന്നിട്ട് നമ്മൾ സിമ്പിളായിട്ട് അറിയൂലേ, 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/1000 മീറ്റർ ആണെങ്കിൽ 254 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 254/1000 മീറ്ററാണ്. ഓക്കെ, ഇത് ഫ്രാക്ഷണൽ ഫോമാണ്. ഇപ്പം നമ്മൾ കൺവേർട്ട് ചെയ്തത് ഫ്രാക്ഷനിലേക്കാണ്. 1 മീറ്ററും 254/1000 എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷനാണ്. ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആദ്യം ഹോൾ നമ്പറും മുകളിലെ നമ്പറോടും കൂട്ടി എഴുതുക. അതുപോലെ നമുക്ക് 1254 എന്ന് കിട്ടും. ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. നമ്മൾ 3 സീറോസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതായത് 4ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞ് 2ഉം കഴിഞ്ഞ് എന്നിട്ട് ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നാൽ നമുക്ക് 1.254 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ പറയുന്നത് മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫോമാണ്. ഇനി അടുത്തത് പറയുന്നത് മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ്. ഇവിടെ നോക്കാം, ഇതും നമുക്ക് നന്നായിട്ട് നോക്കി വെക്കണം. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്ററാണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 പ്രാവശ്യം മില്ലി ലിറ്റർ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എത്ര ലിറ്ററാണ്? 1000-ൽ 1 അല്ലേ. അത് നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുമ്പം 1 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 1/1000 ലിറ്റർ എന്നാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ലിറ്ററും 125 മില്ലി ലിറ്ററും എങ്ങനെയാണ് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന്. 2 ലിറ്റർ എന്നുള്ളത് ഓൾറെഡി ലിറ്ററിൽ തന്നെയാണ്. ഇനി 125 മില്ലി ലിറ്റർ എന്നുള്ളത്, അതായത് നമുക്കറിയാം 1 മില്ലി ലിറ്റർ ബൈ 1000 ചെയ്താൽ മതി അല്ലേ. 125 മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കാൻ ബൈ 1000 നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുമ്പം 125/1000 എന്ന് വരും. ഡെസിമലിലേക്ക് എഴുതുമ്പം എത്ര സീറോസാണ് ഇവിടെ ഉള്ളത്? 3 സീറോസ് അല്ലേ. അപ്പോൾ 3 നമ്പർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കിയിട്ട് ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അന്നപ്പം 2.125 ലിറ്റേഴ്സ് കിട്ടും. അങ്ങനെ ഡെസിമൽ ഫോമിലേക്കും കൺവേർട്ട് ചെയ്യാനായി. ഇനി കിലോഗ്രാമും ഗ്രാമും തമ്മിലുള്ളതാണ്.
ഇതൊന്നും മാറിപ്പോരുത്. ഈ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കലാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാംസ് ആണ്. 1000 പ്രാവശ്യം ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം എത്രയാണ്? 1 ഗ്രാം എന്ന് പറയുന്നത് 1000ൽ ഒരു ഭാഗമല്ലേ? അങ്ങനെയാണെങ്കിൽ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/1000. ഇപ്പം 2 ഗ്രാം എത്ര കിലോഗ്രാം ആണെന്ന് ചോദിച്ചാൽ 2/1000 കിലോഗ്രാം ആണെന്ന് പറയാം. ഇപ്പോൾ 4 ഗ്രാം ആണെങ്കിൽ 4/1000 കിലോഗ്രാം ആയിരിക്കും. അടുത്തതൊരു ക്വസ്റ്റ്യനാണ്. 5 കിലോഗ്രാമും 375 ഗ്രാമും എത്ര കിലോഗ്രാമാണ്? നമുക്കറിയാം കിലോഗ്രാമിനെ ഇവിടെ 5 എന്നുള്ളത് ഓൾറെഡി കിലോഗ്രാമിൽ തന്നെയാണ് തന്നത്. 375 ഗ്രാമിനാണ് നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 1000 ചെയ്താൽ മതി. എന്നപ്പം 375 ഗ്രാം എന്ന് പറയുന്നത് 375/1000 കിലോഗ്രാമാണ്. നമ്മളിപ്പം പറഞ്ഞത് ഫ്രാക്ഷൻ ഫോം ആണല്ലോ. അതായത് 5 375/1000 കിലോഗ്രാം എന്നാണ് നമുക്ക് ഉത്തരം കിട്ടിയത്. അതിനെ ഡെസിമൽ പോയിൻറ്റിലേക്ക് മാറ്റുക. അതായത് 1000ന് 3 zeros ആകുമ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 പോയിൻ്റ് നമ്പർ മാറ്റിയിട്ടിട്ട് ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അന്നിപ്പം 5 പോയിൻ്റ് 3 നമ്പറാണ് ഓൾറെഡി ഉള്ളത്. അന്നിപ്പം 3ൻ്റെ മുന്നേ ഇടും. അതായത് 5.375 കിലോഗ്രാം എന്നാണ് ആൻസർ വരിക ഡെസിമൽ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതുമ്പോൾ. അടുത്തത് നമുക്ക് താഴെയുള്ളൊരു ടേബിൾ ഫില്ല് ചെയ്യാനാണ്. ഇവിടെ ഒരു മെഷർ ചെയ്തിട്ട് അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്, മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിക്കേ, 2 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ഉണ്ട്. 2 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ആണുള്ളത്. ഇനി ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതണം. നമുക്കറിയേണ്ടത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. ഇപ്പോൾ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പം ഇവിടെ അടിയിൽ ഡിനോമിനേറ്ററായിട്ട് 10 ആണ് വരിക. നമ്മൾ 2 സെൻറ്റിമീറ്റർ എന്നുള്ള 2 എന്നുള്ളത് ഹോൾ നമ്പറായിട്ട് ആദ്യം അവിടെ എടുത്ത് എഴുതുക. എന്നിട്ട് 3/10 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഇനി ഡെസിമലിലേക്ക് എഴുതാൻ സിമ്പിളല്ലേ? 2 3/10 ആകുമ്പം 10ന് ഒരു 0 ആണുള്ളത്. അപ്പം ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് മുന്നെയാണ് എന്തിടേണ്ടത്? ഡെസിമൽ പോയിൻ്റ് ഇടേണ്ടത്. എന്നപ്പം 2.3 എന്ന് വരും. ഇനി അടുത്തത് 5 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാനാണ്. നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 5 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 5/10 സെൻറ്റിമീറ്റർ ആണ്. ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പം നമുക്കറിയാം അടുത്തത് 5 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ. അന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിൽ 1 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 10ൽ1 ഭാഗം 1/10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 5 മില്ലിമീറ്റർ എന്ന് വരുമ്പം 5/10 സെൻറ്റിമീറ്റർ ആണ് വരിക. ഡെസിമൽ പോയിൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 10 എന്നുള്ളത് ഒരു 0 അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു 0 ആകുമ്പോൾ ഒരു ഡിജിറ്റ് ലെഫ്റ്റിലേക്കാണ് നമ്മൾ പോയിൻ്റ് ഇട്ട്. നമ്മൾ 5 എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 0.5 സെൻറ്റിമീറ്റർ എന്ന് പറയും. ഇനി അടുത്തത് 8 മീറ്ററും 35 മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനാണ്. 8 എന്നുള്ളത് ഓൾറെഡി ഇവിടെ മീറ്ററിലേക്കാണ്. അന്ന് നമുക്ക് മാറ്റേണ്ടത് 35 മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുക. നമ്മൾ നേരത്തെ പറഞ്ഞു 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/1000 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 35 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 35/1000 മീറ്ററാണ്. നമുക്കിവിടെ 8 മീറ്ററും 35/1000 മീറ്ററിനും കിട്ടും. ഇനി ഡെസിമലിലേക്ക് മാറ്റുമ്പം 1000ന് 3 പൂജ്യം ഉണ്ട്. അങ്ങനെ 35ൻ്റെ 3 ഡിജിറ്റ് നമ്മൾ ലെഫ്റ്റിലോട്ട് പോയിട്ടാണ് പോയിൻ്റ് ഇടേണ്ടത്. പക്ഷേ 35 എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് അല്ലേ ഉള്ളൂ. അന്നപ്പോൾ ഒരു 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അന്ന് നമുക്ക് 8.035 മീറ്ററിന് കിട്ടും. അടുത്തത് 6 കിലോഗ്രാമും 125 ഗ്രാമുണ്ട്. കിലോഗ്രാമിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. 6 കിലോഗ്രാം ഓൾറെഡി കിലോഗ്രാമിൽ തന്നിട്ടുണ്ട്. 125 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 125/1000 ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 6 125/1000 കിലോഗ്രാം എന്ന് കിട്ടും. അടുത്ത നമ്മൾ 1000 എന്ന് പറയുമ്പം 3 zeros ആണുള്ളത്. 3 ഡിജിറ്റ് ലെഫ്റ്റിലോട്ടാണ് പോയിൻ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അതപ്പോൾ 6.125 കിലോഗ്രാം എന്ന് ഡെസിമൽ ഫോമിൽ എത്തുമ്പം കിട്ടും.
അടുത്തത് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനും ബൈ 1000 ആണ് നമ്മൾ പറയുക. ഇപ്പം ഈ 12 ലിറ്ററും 275 പിന്നെ ബൈ 1000 ലിറ്റർ എന്ന് വരും. അത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 12.275 ലിറ്റർ എന്നാണ് വരിക. അടുത്തത് 325 മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനും ബൈ 1000 ആണ്. അതുകൊണ്ട് നമുക്ക് 325/1000 ലിറ്റേഴ്സിന് കിട്ടും. ഡെസിമൽ പോയിൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 0.325 ലിറ്റേഴ്സിനാണ് കിട്ടുക. സോ നമ്മളിവിടെ ഈ ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ കൺവേർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. സോ ഓക്കെ, താങ്ക് യു. ഈ ചാപ്റ്ററിൻ്റെ ബാലൻസ് പോർഷന് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇനി മോർ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.